Hi all, this is Ahmed Fijaz, ACCA affiliate of Faculty for FR. How to crack ACCA FR paper? നമ്മൾ ACCA one of the most important paper ആണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് FR അല്ലെങ്കിൽ F7 എന്ന് വിളിക്കും. അപ്പോൾ FR പേപ്പർ പാസ്സാവാൻ നമുക്ക് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ വേണം. കൺസിസ്റ്റൻസി വേണം, അതേപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് വേണം, പിന്നെ ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം വൈഡ് ആയിട്ടെങ്കിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നോളേജ് വേണം. കുട്ടികൾ ഫെയിൽ ആവാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് അറിയാം. ഒന്നാമത്തെ പഠിക്കുന്ന കാര്യത്തിൽ കൺസിസ്റ്റൻസി കാണിക്കുന്നില്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ടൈം മാനേജ്മെൻറ്റ് സ്കിൽസും ഇല്ല. അവർ അവസാന സമയത്ത് ക്ലാസ് ജസ്റ്റ് കേട്ട നോളേജ് മാത്രം വെച്ചിട്ട് അവസാന സമയത്ത് ഹറി റഷ് ആയിട്ട് എന്താണ് പഠിക്കുന്നു, എക്സാം എഴുതുന്നു. വേണ്ട രീതിയിൽ ഈവൻ ദ ക്വസ്റ്റ്യൻസ് ആർ ഈസി, അവർക്ക് ഇനഫ് ടൈം കിട്ടാത്തതുകൊണ്ട് ഫെയിലാവുന്ന പല സിറ്റുവേഷൻസാണ് പല സ്റ്റുഡൻസും പറയാറ്. അപ്പോൾ FR പേപ്പർ പാസ്സാവാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ്. നല്ല രീതിയിൽ എന്താണ് കിറ്റും സ്റ്റഡി ഹബൊക്കെ എന്താണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് ഉറപ്പുവരുത്തുക. അത് വൺ ടൈം അല്ല, ട്വൈസെങ്കിലും നിങ്ങൾ എന്താ മിനിമം ചെയ്തിരിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ എക്സാമും ഇപ്പോൾ ഡിസംബർ 5 ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു 10 ദിവസം മുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ റിവിഷൻസും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവസാനത്തെ 10 ദിവസം ഇസ് ഓൺലി ഫോർ മോക്ക് എക്സാംസ്. മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക, അതിൽ വന്ന പോരായ്മകൾ മനസ്സിലാക്കുക, എന്നിട്ട് വീണ്ടും റിവൈസ് ചെയ്യുക. അങ്ങനെ സെറ്റായിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ കിറ്റ് കംപ്ലീറ്റ് ചെയ്യുക, പാസ് പേപ്പേഴ്സ് ചെയ്യുക, ആൻഡ് എക്സാമിനേഴ്സ് റിപ്പോർട്ട്. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി റിസോഴ്സാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇൻ്റർപ്രിട്ടേഷൻ, റേഷ്യോ അനാലിസിസ്. കുട്ടികൾ പൊതുവേ ഈ തിയറി ഭാഗം ആവുമ്പോൾ കുറച്ച് മടിയാണ്, അവർക്ക് അത് എഴുതി പഠിക്കാൻ, ടൈപ്പ് ചെയ്ത് പഠിക്കാൻ കുറച്ച് പൊതുവെ മടി കാണലുണ്ട്. ഇത് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല രീതിയിൽ ഡീൽ ചെയ്യണമെങ്കിൽ ആദ്യം റേഷ്യോസ് നല്ല വൃത്തി പഠിക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് റേഷ്യോ സെറ്റ് ആവണമെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് തന്നെ പഠിക്കണം. അല്ലാണ്ടുള്ള ഒരു ഷോർട്ട് കട്ട് പരിപാടി അതിൽ നടക്കില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ, അത് മാത്രമല്ല ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് ഒരു ടൈം ഫ്രെയിം അവിടെ വെക്കുക. ഇപ്പോൾ ലാപ്ടോപ്പിൽ ചെയ്യുകയാണെങ്കിൽ സൈറ്റിൽ എന്താണ് ആ ടൈമർ വെക്കുക. ആ ടൈമറിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാൻ കഴിയാൻ നോക്കുക. ഈവൻ ദോ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ കുറച്ച് ടൈം ഒരുപാട് എടുത്താലും അത് നിങ്ങൾ കീപ്പ് ഓൺ പ്രാക്ടീസിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താണ് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്തായാലും ഇനി വരാൻ പോകുന്ന സെഷനിൽ FR പേപ്പർ എക്സാം ഈസി ആവട്ടെ, അത് ഓൾസോ നല്ല മാർക്കോട് പാസ് ആവാൻ കഴിയട്ടെ. സോ താങ്ക് യു.